Exam in our family. Hello class 9. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മുടെ ഇംഗ്ലീഷിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ചെറിയ ക്ലാസ് മുതൽ ഞങ്ങൾക്ക് അറിയുന്നതാണ് മിസ്സേ, ഇതിൽ വേറെ ഡൗട്ട്സ് ഒന്നുമില്ല, അല്ലാത്ത ഒരു പക്ഷം കുട്ടികളുണ്ടാവും ഞങ്ങൾക്ക് ഇപ്പോഴും ഫോമാറ്റ് ഒക്കെ ഡൗട്ടാണ് എന്ന് പറയുന്ന മക്കളുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെയൊക്കെയാണ്. രണ്ട് തരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. ബേസിക്കലി എങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഇൻഫോർമൽ ഉണ്ട്, ഫോർമൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരുന്നത് ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ ഇത് എങ്ങനെ എഴുതണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻസ് ആണ്. ഡേറ്റ് ഉണ്ടാവണം അല്ലേ. ഒരു ലെറ്റർ എഴുതുമ്പോൾ അതിൽ ഡേറ്റ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം, പ്ലേസ് ഉണ്ടായിരിക്കണം അല്ലെ, സ്ഥലം എവിടെ നിന്നാണ് ആ ഒരു സെൻഡർ ഈ ഒരു ലെറ്റർ അയക്കുന്നത് എന്നുള്ളൊരു കാര്യം. നെക്സ്റ്റ് എന്താണ്? സെല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫ്രണ്ടിനെ അയക്കുന്നതാണെങ്കിൽ എന്താണ്? ഡിയർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ടിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ സെല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ബോഡി ഓഫ് ദ ലെറ്റർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലെറ്ററിൽ നേരെ ആ മാറ്റർ അങ്ങോട്ട് എഴുതി വെക്കുകയല്ല ചെയ്യാം. എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് സുഖമല്ലേ, അവർ ഓക്കെ അല്ലേ എന്നുള്ളതൊക്കെ ജസ്റ്റ് ചോദിച്ചിട്ട് നമ്മുടെ കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു മാറ്റർ എഴുതാം. അപ്പോൾ ഇവിടെ ലെറ്റർ എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഹൗ ആർ യു നമുക്ക് ചോദിച്ച് നമ്മൾ എഴുതാറില്ലേ, അതുപോലെ തന്നെ എഴുതാം. നമുക്കും ഓക്കെ ആണ്, നമ്മളും സുഖമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിശേഷം എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ലൈനിൽ എഴുതാം. അതിനുശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാറ്ററിലോട്ട് കടക്കേണ്ടത്. അപ്പോൾ അതാണ് ബോഡി ഓഫ് ദ ലെറ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് വൺ എന്താണ്? കൺക്ലൂഷൻ. മാറ്ററൊക്കെ എഴുതി കഴിഞ്ഞ് അവസാനം എന്താണ്? കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഒരു ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സി യു സൂൺ, അല്ലെങ്കിൽ നിന്നെ കാണാൻ വേണ്ടി നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാം അല്ലേ. ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ പറയാം അല്ലെ, നമ്മുടെ റിഗാർഡ്സ് ഒക്കെ കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ എന്താണ്? അവസാനം എന്ത് ചെയ്യാം? വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേര് സൈൻ. ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. സോ സിമ്പിൾ അതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ആ സ്റ്റോറി കണ്ടതാണ്. സ്റ്റോറി അല്ല, അത് ബേസിക്കലി എന്താണ്? ഒരു സ്പീച്ചിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് അല്ലേ. സെൽമ ലാഗർലോഫ് എന്ന് പറയുന്ന നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആ ഒരു വുമൻ്റെ ആ ഒരു സ്പീച്ചിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ് ക്വസ്റ്റ്യൻ? വായിച്ചേ. എന്താണ്? ഇമാജിൻ യു ആർ സെൽമ ലാഗർലോഫ്. നിങ്ങളാണ് സെൽമ ലാഗർലോഫ് എന്ന് വിചാരിക്കാം. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് SLD അല്ലെ. SLD നമ്മൾ പരിചയപ്പെട്ടതാണ്. ആരാണ്? നമ്മുടെ സെൽമ ലാഗർലോഫിന്റെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട് ആണ് അല്ലേ. അവരെന്താ ചെയ്തത്? ഹു പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ യുവർ ലിറ്റററി ജേർണി ബൈ ഓപ്പണിംഗ് ഡോർസ് വെൻ നോ വൺ എൽസ് ബിലീവ്ഡ് ഇൻ യു. മറ്റാരും തന്നെ സെൽമ ലാഗർലോഫിൽ വിശ്വസിക്കാത്ത സമയത്ത് അവർക്ക് ലിറ്റററി ജേർണിയിലേക്ക്, സാഹിത്യ ലോകത്തേക്കുള്ള ആ ഒരു യാത്രയിലേക്ക് ക്രൂഷ്യൽ ആയിട്ട് ആ ഒരു ഡോർസ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്ത, ആ വാതിലുകൾ തുറന്നു കൊടുത്ത അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്ന ഒരു ഫെയ്ത്ത്ഫുൾ ഫ്രണ്ടാണ് ആര്? SLD എന്ന് പറയുന്ന ഫ്രണ്ട് അല്ലേ. അവരെ പറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാപ്റ്ററിൽ. അപ്പോൾ അവർക്ക് എഴുതുന്ന ലെറ്റർ എങ്ങനെയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ് ആ സ്പീച്ചിൽ തന്നെ സെൽമ പറയുന്നുണ്ട്, ഒത്തിരി പേരോടത്ത് നന്ദി പറയുന്ന ആ ഒരു സമയത്ത് SLDനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ജേർണിനെയും എല്ലാത്തിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, ആ സപ്പോർട്ടിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ലെറ്റർ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് എഴുതാം? ലെറ്റർ എഴുതാം അല്ലേ. അപ്പോൾ ലെറ്റർ ഇവിടെ ബേസിക് ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡേറ്റും പ്ലേസ് ഒക്കെ എഴുതാം. കറക്റ്റ് ആ പ്ലേസിൽ തന്നെ എഴുതാം. ലെഫ്റ്റിലാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ എന്താ? ഡേറ്റ് എഴുതി. ഇനി എന്താണ്? മൈ ഡിയർ SLD, അതെന്താണ്? സല്യൂട്ടേഷൻ ആണ് അല്ലേ. സല്യൂട്ടേഷൻ എഴുതി. അതിനുശേഷം എന്താണ്? ബോഡി ഓഫ് ദ ലെറ്ററിൽ നേരിട്ട് ആ മാറ്ററിലേക്ക് കടക്കാതെ അവർക്ക് സുഖമാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തിയിട്ട് എഴുതാം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. എന്താ മീനിങ്? നിനക്ക് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ മീനിങ് അല്ലേ. ഈ ഒരു ലെറ്റർ വരുമ്പോൾ നീ ഓക്കെ ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, ഹോപ്പ് ചെയ്യുന്നു. ഐ വാണ്ടഡ് ടു ടേക്ക് എ മൊമെന്റ് ടു എക്സ്പ്രസ് മൈ ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു യു, മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്, ഫോർ യുവർ അൺവേവറിംഗ് സപ്പോർട്ട് ആൻഡ് ബിലീഫ് ഇൻ മീ ത്രൂ ഔട്ട് മൈ ലിറ്റററി ജേർണി. അപ്പോൾ തുടക്കം തന്നെ എന്ത് പറഞ്ഞു? ഒരു മൊമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ആദ്യം തന്നെ പറയുന്നത് അല്ലേ. എന്താ പറഞ്ഞത്? ഐ വാണ്ടഡ് ടു ടേക്ക് എ മൊമെന്റ് ടു എക്സ്പ്രസ് മൈ ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ ആഴത്തിലുള്ള നന്ദി അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളടുത്ത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്, ഫോർ യുവർ അൺവേവറിംഗ് സപ്പോർട്ട്. നിൻ്റെ അൺവേവറിംഗ് ആയിട്ടുള്ള, അചഞ്ചലമായിട്ടുള്ള, ഒരിക്കലും മാറിപ്പോവാത്ത ആ ഒരു സപ്പോർട്ട്
എന്തിനാണ് ആൻഡ് ബിലീഫ് ആ വിശ്വാസം ഇൻ മീ ത്രൂ ഔട്ട് മൈ ലിറ്റററി ജേണി എൻ്റെ ഒരു സാഹിത്യ യാത്രയിൽ അങ്ങോളം ഉണ്ടായിട്ടുള്ള നിൻ്റെ ആ ഒരു അൺവേവറിങ് ആയിട്ടുള്ള സപ്പോർട്ട്, നിൻ്റെ ഒരിക്കലും മാറിപ്പോവാത്ത ആ ഒരു സപ്പോർട്ടും ബിലീഫും വിശ്വാസത്തിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൊമെൻറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. You have been more than a friend. You have been a guiding light, opening doors for me when others hesitated to believe. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. മറ്റുള്ളവരൊന്നും ഇല്ലാതിരുന്ന സമയത്ത് സെൽമ ലാഗലോഫിൽ വിശ്വസിച്ച് അവർക്ക് വേണ്ടിയിട്ട് വാതിലുകൾ തുറന്നിട്ട വ്യക്തിയാണ് SLD. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. എന്താ പറഞ്ഞത്? യു ഹാവ് ബീൻ മോർ ദാൻ എ ഫ്രണ്ട്. നീ ഒരു ഫ്രണ്ടിനേക്കാളും അധികമാണ്. എങ്ങനെയാണ്? ഒരു ഗൈഡായിരുന്നു, ഒരു ഗൈഡിങ് ലൈറ്റ് ആയിരുന്നു, ഒരു മാർഗം കാണിച്ചു തരുന്ന ഒരു പ്രകാശമായിരുന്നു. ഓപ്പണിംഗ് ഡോർസ് ഫോർ മീ വെൻ അതേഴ്സ് ഹെസിറ്റേറ്റഡ് ടു ബിലീവ്. എന്നിൽ വിശ്വസിക്കാൻ മറ്റുള്ളവർ മടി കാണിച്ച സമയത്തും എനിക്ക് വേണ്ടിയിട്ട് ഡോർസ് തുറന്നിട്ട ആ ലൈറ്റാണ് നീ. Your encouragement and steadfast belief in my writing gave me the strength to persevere during challenging times. അപ്പോൾ ചാലഞ്ചിങ് ടൈംസിൽ വെല്ലുവിളികളുള്ള സമയത്ത് പോലും അതൊക്കെ പെർസീവർ എന്ന് വെച്ചാൽ എന്താണ്? സഹിച്ചു നിൽക്കുക അല്ലെ. പെർസീവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇതെന്താണ്? നിൻ്റെ സ്റ്റെഡ് ഫാസ്റ്റ് ബിലീഫാണ്. എന്ന് വെച്ചാൽ എന്താണ്? അടിയുറച്ച വിശ്വാസം, നിൻ്റെ ഒരു എൻകറേജ്മെൻറ്റ്, അതൊക്കെയാണ് എന്നെ നിലനിർത്തിയത്, എന്നെ ഈ ഒരു ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. Today, as I receive the Nobel Prize in Literature, I reflect on all those who have been instrumental in my success, and you, dear SLD, hold a special place in my heart. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് വന്നു അല്ലേ. ചാപ്റ്ററിൽ നമ്മൾ കണ്ടു ആ ഒരു നൊബേൽ പ്രൈസ് റിസീവ് ചെയ്തുകൊണ്ട് സെൽമ ലാഗലോഫ് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അവരുടെ യാത്രയിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവരുടെ അടുത്തും ഉള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ്? ഇന്ന് ഞാൻ ഈ നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യുമ്പോൾ ഐ reflect on all those who have been instrumental in my success. എൻ്റെ ഒരു സക്സസ്സിൽ ഇൻസ്ട്രുമെൻ്റൽ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവരോടും. ആൻഡ് യു ഡിയർ SLD, നിന്നെ പേരെടുത്ത് പറയാണ്. പിന്നെ എന്താണ്? SLD എന്നുള്ള പേരെടുത്ത് പറയുന്നു. ഹോൾഡ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹാർട്ടിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് തന്നെയാണ് നിനക്ക് ഉള്ളത്. Your belief in my stories and your efforts to showcase my work have truly made a difference. എന്താ പറയുന്നത്? നിൻ്റെ ബിലീഫ്, എൻ്റെ സ്റ്റോറീസിലുള്ള നിൻ്റെ ബിലീഫും നിൻ്റെ എഫേർട്സും, എന്തിനുള്ള എഫേർട്സ് ആണ്? ടു ഷോക്കേസ് മൈ വർക്ക്, എൻ്റെ വർക്ക്സ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള നിൻ്റെ എഫേർട്ട്, അതൊക്കെ എന്താണ്? ഹാവ് ട്രൂലി മെയ്ഡ് എ ഡിഫറൻസ്. എൻ്റെ യാത്രയിൽ ശരിക്കും ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. താങ്ക് യു ഫോർ ബീയിങ് ദർ ഫോർ മീ. എന്നും എനിക്ക് വേണ്ടി അവിടെ ഉണ്ടാകുന്നതിന് നന്ദി. ഫോർ ചാമ്പ്യനിങ് മൈ വോയിസ്. എൻ്റെ ആ ഒരു വോയിസ്, ഞാൻ എഴുതുന്ന കാര്യങ്ങൾ, അത് ചാമ്പ്യനിങ് എന്ന് വെച്ചാൽ എന്താണ്? അതിനെ സപ്പോർട്ട് ചെയ്തതിന്, അത് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതിന്. ആൻഡ് ഫോർ ബിലീവിങ് ഇൻ ദ പവർ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ പവറിൽ വിശ്വസിച്ചതിന് നന്ദി. ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു have you by my side on this remarkable journey. ഈ ഒരു റിമാർക്കബിൾ ജേണിയിൽ എൻ്റെ കൂടെ നീ ഉണ്ട് എന്ന് പറയുമ്പോൾ ഐ എം forever grateful. ഞാൻ എന്നും എന്താണ്? കടപ്പെട്ടവളാണ്, നന്ദിയുള്ളവളാണ്. വിത്ത് വാമസ്റ്റ് റിഗാർഡ്സ്. അപ്പോൾ ഇതാണ് ക്ലോസിങ് ഫേസ് ആയിട്ട് എന്താണ്? വിത്ത് ലവ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അപ്പോൾ ഇതും എന്താണ്? കൺക്ലൂഷൻ പാർട്ട് തന്നെയാണ്. അപ്പോൾ അവസാനം എന്താണ്? സൈൻ സെൽമ, പേര് എഴുതി വയ്ക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ട് നമ്മൾ ലെറ്റർ എഴുതേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ലെറ്റർ ആണ് കേട്ടോ ഇത്. അപ്പോൾ സെൽമ എഴുതുന്ന ലെറ്ററാണ്, ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ അതെങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ വെച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ കണ്ടന്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് കണ്ടന്റ്? അവരെല്ലായിടത്തും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ് ആര്? SLD എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ലെറ്റർ റൈറ്റിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫോമാറ്റ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അറിയുന്ന ഈ ഒരു ഫോമാറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. ഇൻഫോർമൽ ലെറ്റർ ആണ്. ഓക്കെ, ഫോർമൽ ലെറ്റർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രമും ടൂവും അതുപോലെ സബ്ജക്റ്റ് ഒക്കെ എഴുതിയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെറ്റർ റൈറ്റിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഏത് വീഡിയോ ആണ്, ഏതൊരു ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ മിസ്സിനെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ, ഹെൽപ്ഫുൾ ആയിരുന്നോ എന്നുള്ളൊരു കാര്യം അതുകൂടെ മിസ്സിനെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. എല്ലാ മക്കളും എന്ത് ചെയ്യുക? വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഈ ഒരു ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.